കുറച്ച് റേഡിയോ മോഡൽസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്തുനിന്ന് റേഡിയോ വാങ്ങാറുണ്ട്. ഇപ്പോൾ റേഡിയോ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന പുതിയ 2 മോഡലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു കുഞ്ഞൻ റേഡിയോ ആണ്. FM റേഡിയോ ആണ്. അപ്പോൾ ഇതിന് ബ്ലൂടൂത്ത് ഫങ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. നമുക്ക് റീചാർജബിൾ ബാറ്ററി ഉണ്ട്. റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്ര തന്നെ നമുക്ക് സ്വിച്ചുകളൊക്കെ ഉണ്ട് മോഡ് മാറ്റാനുള്ളതൊക്കെ. FM USB അല്ല FM ബ്ലൂടൂത്ത് ഒക്കെ നമുക്ക് മോഡ് ഇവിടുത്തെ തന്നെ മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഫാസ്റ്റ് റിവൈൻഡ് അതിനുള്ള സ്വിച്ചുകളുണ്ട്. പ്ലേ ആൻഡ് പോസ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത് 1 വർഷം വാറണ്ടി ഉള്ളതാണ്. USB ചാർജിങ് ആണ്. USB കേബിൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. C ടൈപ്പ് നമ്മുടെ ചാർജർ, മൊബൈലിൻ്റെ ചാർജർ യൂസ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 990 രൂപ. ഇതെല്ലാം 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. പിന്നെ പോക്കറ്റ് റേഡിയോ, FM പോക്കറ്റ് റേഡിയോ ഐബെല്ലിൻ്റെ. ഇത് എല്ലാ ഫങ്ഷനും ഉള്ള ഒരു സൂപ്പർ റേഡിയോ ആണ് കേട്ടോ. ചെറിയ സൈസാണ്. അപ്പോൾ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഫങ്ഷൻ ഉണ്ട്, പെൻഡ്രൈവ് കുത്താം, മെമ്മറി കാർഡ്, റീചാർജബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ്ഫോൺ കുത്തി ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാ ഫങ്ഷനും ഉള്ള ഒരു FM റേഡിയോ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 980 രൂപയാണ്. വിത്ത് 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. പിന്നെ ടൈപ്പ് C ചാർജർ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. മൊബൈലിൻ്റെ ചാർജർ യൂസ് ചെയ്യും. പിന്നെ അടുത്തത് നമുക്കൊരു ഐബെല്ലിൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡലാണ്. ഇതുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ അറിയാം. ഇത് കണ്ട് ഈ നമ്മുടെ പഴയ ഗ്രാമഫോൺ എന്നൊക്കെ പറയുന്ന ആ ഒരു മോഡലിൽ വന്നിരിക്കുന്ന ഒരു റേഡിയോ ആണ് കേട്ടോ. ഇതുണ്ട്. റേഡിയോയുടെ മേളിൽ ഇങ്ങനെയൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കാണിക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് വരുന്നതെന്നൊക്കെ. ഇതിപ്പം ഇങ്ങനെ 2 ബോക്സ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ പോർഷൻ. ഇങ്ങനെ ഒരു ടീക്ക് വുട്ട്, അതായത് തേക്കിൻ്റെയൊക്കെ ആ ഒരു തേക്ക് തടിയുടെ ഡിസൈൻ വരുന്ന ഒരു റേഡിയോ ആണ്. ഇത്രയാണ് വലുപ്പം. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ മേളിൽ കണ്ടോ മറ്റേ ആ ഗ്രാമഫോണിൻ്റെ ഒരു സംഭവമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓൺ ആക്കാനായിട്ടും ഓഫ് ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് റീചാർജബിൾ ബാറ്ററി ഉണ്ട്. നമ്മൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് വരുന്നത് ഈ ബാൻഡ് റേഡിയോ ആണ്. FM മീഡിയം ഷോർട്ട് വേവ് ആണ് വരുന്നത്. പിന്നെ മോഡ് മാറ്റാനുള്ള സ്വിച്ച് ഉണ്ട്. ട്യൂണിങ്ങിനും വോളിയത്തിനുമായിട്ട് ഓരോ സ്വിച്ചുകളുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ ഭാഗം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ഗ്രാമഫോണിൻ്റെ ആ ഒരു ഡിസ്ക് ഇടുന്ന ആ ഒരു ഭാഗം കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സംഭവം കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാനുണ്ട്. ഇതുണ്ട്, ഇങ്ങനെ ഒരു കോളാമ്പി. അപ്പോൾ ഇതൊരു ഷോയ്ക്ക് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ ഇതിൻ്റെ പിറകിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുവാണ് കണ്ടോ. ഇതാണ് നമ്മുടെ റേഡിയോയുടെ മോഡൽ വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയല്ല, നമുക്ക് റേഡിയോ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ഒരു ആൻറ്റിക് പീസ് പോലെ നമുക്ക് വെക്കാനും നല്ലതാണല്ലേ. നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു ഇതിൻ്റെ സ്റ്റൈല്. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് മോഡലാണ്, നല്ലൊരു കളക്ഷനാണ്, നല്ല കളറാണ് വരുന്നത്. എല്ലാം ഡിസൈൻ കൊണ്ടും എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ളൊരു പ്രോഡക്റ്റാണ്. USB ചാർജിങ് ആണ്. USB കേബിൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ റേഡിയോയ്ക്ക് 1 ഇയർ ആണ് വാറണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പ്രൈസ് വരുന്നത് 1750 രൂപ. അപ്പോൾ പ്രോഡക്റ്റ് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ. പിന്നെ വേറൊരു മോഡലും കൂടെ വന്നിട്ടുണ്ട്. എല്ലാത്തിനും USB കേബിൾ കൂടെ വരുന്നുണ്ട്. ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡൽ, കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ കോളാമ്പി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് 2 മോഡലും ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇതിൻ്റെ ട്യൂണിങ് സ്വിച്ചൊക്കെ കണ്ടോ, ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ കണ്ടോ ചെറിയൊരു സ്റ്റാൻഡ് പോലെയുണ്ട്. നമ്മുടെ പഴയ റേഡിയോ ഇങ്ങനെ വെക്കുകയില്ലേ, അതുപോലെ ഒരു സ്റ്റാൻഡ് പോലെയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് USB പെൻഡ്രൈവ് ഒക്കെ കുത്താവുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ 2 ഇത്തേലും ഉണ്ട് കേട്ടോ. USB പെൻഡ്രൈവ് ഒക്കെ കുത്താനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്സിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഓപ്ഷൻസ് ഒക്കെ സെയിം ആണ്. USB പെൻഡ്രൈവ്, USB മെമ്മറി കാർഡ്, ഓക്സ്, പിന്നെ ചാർജ് ചെയ്യാനുള്ള പോർട്ട്. ഇതും റീചാർജബിൾ ആണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കാനായിട്ട് ഇതിൻ്റെ മേളിൽ പിടിക്കാനുള്ളൊരു സംഭവം കൂടിയുണ്ട്. ആ ഒരു ടീക്കൂട്ടിൻ്റെ ഡിസൈൻ തന്നെയാണ് വരുന്നത്. നല്ല ഒതുങ്ങിയ ഒരു ഡിസൈനാണ്. 2 മോഡലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫാസ്റ്റ് റിവൈൻഡ് ഓപ്ഷൻ ഉണ്ട്. 3 ബാൻഡാണ് വരുന്നത്. FM മീഡിയം ഷോർട്ട് വേവ് 3 ബാൻഡാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്യൂണിംഗ് ഒക്കെ കണ്ട് ഇതിനകത്താണ് വരുന്നത്. ഏരിയലുണ്ട്. നല്ലൊരു മോഡലാണിതും. ഇതിൻ്റെ റേറ്റ് വരുന്ന 1850 രൂപ. അപ്പോൾ നമ്മുടെ ഈ റേഡിയോ ഉണ്ടല്ലോ,
ഇതിപ്പോൾ നമ്മൾ റേഡിയോ, ഇതാണ് റേഡിയോയുടെ നമ്മൾ സ്റ്റേഷൻ മാറ്റുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ FM-ലിട്ടു, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ ഓൺ ആക്കി കഴിയുമ്പോൾ കണ്ടോ, ഈ ട്യൂണിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തൊരു LED ഉണ്ട്, അതിങ്ങനെ തെളിഞ്ഞു നിൽക്കും. അത് ഇതിപ്പോൾ നമുക്ക് രാത്രിയിലൊക്കെ നല്ലപോലെ കാണാൻ പറ്റും, ഇത് ട്യൂണിങ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് MP3 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ USB അല്ലെ മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓൺ ആക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒരു LED ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഒരു RGB ലൈറ്റ് വരുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു റേഡിയോയ്ക്കുള്ള വേറൊരു പ്രത്യേകത. 2 പുതിയ മോഡലും കാണാൻ നല്ല ഭംഗിയുള്ള 2 പുതിയ മോഡലുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് നേരത്തെ തൊട്ട് ഉള്ള മോഡലുകളാണ്. അപ്പോൾ ഈ ഒരു മോഡൽ വരുന്നത്, ഇതെല്ലാം റീചാർജബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്ന 1950 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്, പെൻഡ്രൈവ് കുത്താം, മെമ്മറി കാർഡ് ഇടാം, റീചാർജബിൾ ഓപ്ഷൻ ഉള്ള റേഡിയോകളാണ്. എല്ലാം 1 ഇയർ വാറണ്ടി ഉള്ളതാണ് വരുന്നത്. ഇത് വേറൊരു മോഡൽ. ഈ ഒരു പിക്ചറിൽ കാണുന്ന സംഭവം തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇങ്ങനെ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലാണ് വരുന്നത്. തൂക്കി പിടിക്കാനായിട്ടൊരു വള്ളിയൊക്കെ ഉണ്ട്. 1750 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് വേറൊരു മോഡൽ, ഗ്രേ കളറിൽ വരുന്ന ഒരു റേഡിയോ ആണ്. 1950 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഈ റേഡിയോ, ഇത് കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ്, റേറ്റും ഒരുപോലെയാണ്. 1600 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരെണ്ണം റീചാർജബിൾ ബാറ്ററി ഉള്ളതും ഒരെണ്ണം റീചാർജബിൾ ഇല്ലാത്തതുമാണ്. അതാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇത് റീചാർജബിൾ ബാറ്ററി ഇതിനകത്തുള്ള ഉള്ള റേഡിയോ ആണ്. റേറ്റ് വരുന്നത് 1600 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അന്നേരം നമുക്ക് ചാർജർ ഇല്ല. ഇതിൻ്റെ ചാർജർ നമ്മൾ ഉപയോഗിക്കുന്നത് മൊബൈലിൻ്റെ V8 എന്ന് പറയുന്ന ചാർജർ ഉണ്ടല്ലോ, ചെറിയ പിന്നിൻ്റെ ആ ഒരു ചാർജറാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് 3 ബാറ്ററി ഇട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വിത്ത് റീചാർജബിൾ ബാറ്ററി ഇതിനകത്തുണ്ട്. ഇത് ആ സെയിം മോഡൽ തന്നെ, റീചാർജബിൾ ബാറ്ററി ഇല്ല. നമുക്ക് ഇതിൻ്റെ കൂടെ AC കോഡ് കിട്ടുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് കറണ്ടയിൽ കുത്തി ഇത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ 3 ബാറ്ററി ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നതും 1600 ആണ്. അപ്പോൾ ഇത് രണ്ടും 5 ബാൻഡിൻ്റെ റേഡിയോ ആണ്. FM, മീഡിയം, ഷോർട്ട് വേവ്. പിന്നെ TV1, TV2 എന്ന് എഴുതിയിരിക്കുന്നത് TV സൗണ്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അതിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ TV സൗണ്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും കണ്ടു കഴിഞ്ഞാൽ സെയിം മോഡലാണ്. ഈ റീചാർജബിൾ ബാറ്ററിയുടെയും ചാർജറിൻ്റെയും കാര്യത്തിലാണ് ഇതിന് ഡിഫറൻസ് വരുന്നത്. രണ്ടും സെയിം റേറ്റ് ആണ്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ഈ ഹോം തിയേറ്റർ ആണ്. 5.1-ൻ്റെ ഒരു അടിപൊളി ഹോം തിയേറ്റർ വന്നിട്ടുണ്ട്. ഐബെല്ലിൻ്റെ ആണ്, ടെക്നോളജി ബൈ ജപ്പാൻ. അപ്പോൾ ഇത് FM റേഡിയോ ഉള്ള മോഡലാണ്. നമുക്ക് പെൻഡ്രൈവ്, മെമ്മറി കാർഡൊക്കെ ഇട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബ്ലൂടൂത്ത് ഉണ്ട്, റിമോട്ട് ഉണ്ട്. ഈ ഒരു അടിപൊളി ഹോം തിയേറ്ററിൻ്റെ 5.1 ഹോം തിയേറ്ററിൻ്റെ സബിൻ്റെ വാട്ട്സ് വരുന്നത് 100 വാട്ട്സ് ആണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ള നല്ല അടിപൊളി ഒരു ഹോം തിയേറ്റർ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്, നമ്മുടെ റേറ്റ് ഏകദേശം ഒരു 10,000 ഒക്കെ ആകും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റം 5.1 ഐബെല്ലിൻ്റെ വിത്ത് 1 ഇയർ വാറണ്ടി. ഇത്രയൊക്കെയാണ് ഇന്ന് നമുക്ക് ഐബെല്ലിൻ്റെ സ്റ്റോക്ക് വന്നിരിക്കുന്ന പ്രോഡക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് ഇത് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.